ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന. ഒരു കാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രിയപ്പെട്ട കവിയായിരുന്നു അനിൽ പനച്ചൂരാൻ. ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ പ്രചരണ യോഗങ്ങളിൽ പനച്ചൂരാന്റെ കവിതകൾ തീപ്പൊരിയായി മാറി. ഈ കവിതകൾ നെഞ്ചിലേറ്റി ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചുനിന്ന സാധാരണക്കാർ ഒട്ടേറെയുണ്ട്. ഒടുവിൽ അറബിക്കഥ എന്ന സിനിമയ്ക്ക് വേണ്ടി അനിൽ പനച്ചൂരാൻ എഴുതിയ ഈ ഗാനത്തെ സ്നേഹിച്ചതും സാധാരണക്കാരായിരുന്നു. നമുക്ക് ഏറെ ദൂരമുണ്ടതോർക്കുവിൻ, വഴി പിഴച്ചു പോയിടാതെ മിഴിതെളിച്ചു നോക്കൂ. ആരാകണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഈ ഗാനത്തിലൂടെ പനച്ചൂരാൻ കാണിച്ചു തന്നു. ഇന്നും ഇടതുമുന്നണിയുടെ ചില തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലെങ്കിലും ഈ ഗാനം കേൾക്കാം. പക്ഷേ ഈ ഗാനം എഴുതിയ അനിൽ പനച്ചൂരാൻ നിലവിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥയിൽ നിരാശനാണ്. കാരണം ഇത് നമ്മുടെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവമാണത്, അത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഞാൻ ഇനിയും എഴുതുന്നത് ഈ തൊഴിലാളികൾക്കായിരിക്കും. പക്ഷേ ഇന്ന് തൊഴിലാളി എവിടെ? തൊഴിലാളി വർഗ്ഗ സർവാധിപത്യം കേരളത്തിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ വടക്കേ ഇന്ത്യക്കാരായിരിക്കും ഇവിടെ ഭരിക്കേണ്ടത്, അല്ലേ? ഇന്ന് വടക്കേ ഇന്ത്യക്കാരല്ലേ ഇവിടുത്തെ തൊഴിലാളികൾ. അപ്പോൾ ഇനി തൊഴിലാളികൾ, ഇവിടുത്തെ തൊഴിലാളികളുടെ കഥ എന്താ? കാൾ മാർക്സ് എന്ന് പറഞ്ഞ മഹാനായ വ്യക്തി തൊഴിലാളികളെക്കുറിച്ച് പറയുമ്പോൾ ഈ നോക്കുകൂലിക്കാർ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലും വന്നോ എനിക്ക് സംശയമാണ്. നോക്കുകൂലിക്കാർ ചൂഷകരല്ലേ? അപ്പോൾ തൊഴിലാളി തന്നെ ചൂഷകനാകുന്ന ഒരു പ്രത്യേക കാലത്ത് മുദ്രാവാക്യം നഷ്ടപ്പെട്ടു പോകുന്നു പാർട്ടിക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. നിലവിലെ സാഹചര്യത്തിൽ തനിക്ക് സഹകരിക്കാൻ പറ്റുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്ന് ഈ കവി തിരിച്ചറിയുന്നു. ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് അനിൽ പനച്ചൂരാൻ ഉയർത്തുന്നത്. ഇപ്പം 2 രൂപയുടെ അരി എന്ന് പറഞ്ഞ വിഷയം പോലും ഇപ്പം കോടതി പറഞ്ഞ നിരീക്ഷണം ഇവിടുത്തെ ജനങ്ങളുടെ ഉള്ളിലുള്ളതാണ്. നിഷ്പക്ഷപാതമായ ജനങ്ങൾ ആലോചിക്കും, ഈ 5 കൊല്ലം സമയം ഉണ്ടായിരുന്നില്ലേ, ഈ വക്കത്ത് കൊണ്ടൊന്നും ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അത് ഉദ്ദേശമില്ലേ? 2006 VS-ന് വേണ്ടി തെരുവിലിറങ്ങിയ അനിൽ പനച്ചൂരാന് ഇപ്പോൾ VS-ലുള്ള പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്നു. VS-ൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ പോയി. ഇനി 5 കൊല്ലം കൂടി കൊടുത്താൽ ഇനി എന്താകുമെന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം പ്രായം കുറഞ്ഞു വരുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രായം കൂടി വരുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഈ 5 കൊല്ലം കൊണ്ട് അദ്ദേഹം ചെയ്തിട്ടില്ല. സ്മാരകം തുറന്നു വരും വീറുകൊണ്ട വാക്കുകൾ ചോദ്യമായി വന്നലച്ചു നിങ്ങൾ കാലിടറിയോ. ആർ രാജീവ്, ജയ് ഹിന്ദ് ന്യൂസ്, കൊല്ലം.